പാർട്ട് ടൈം സ്വീപ്പറെ കുറിച്ചാണ്. നമ്മുടെ പഞ്ചായത്തുകളിൽ വരുന്ന മൃഗാശുപത്രി, കൃഷി ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി ഇതിലേക്കൊക്കെ ഒരു പാർട്ട് ടൈം സ്വീപ്പറെ നിയമനം നടക്കാറുണ്ട്. 6 മാസത്തേക്ക് താൽക്കാലിക നിയമനമാണ് നടക്കാറുള്ളത്. അപ്പോൾ നമ്മളധികം ആളുകളൊന്നും അത് അറിയാറില്ല. ഇത് നിയമനം നടക്കുന്നത് പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ CDS ഓഫീസ് മുഖേനയാണ്. CDS കമ്മിറ്റിയാണ് അതിലേക്ക് ആളുകൾ നിയമിക്കാറ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിനെ അപ്ലൈ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ കുടുംബശ്രീ അംഗമായിരിക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുടുംബശ്രീ അംഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് അവർക്ക് നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. കാരണം 6 മാസത്തേക്കുള്ള ഒരു നിയമനമാണ് വരാറ്. പാർട്ട് ടൈം സ്വീപ്പറായിട്ട് 6 മാസത്തേക്കാണ് നിയമനം. അതായത് 3 വകുപ്പുകളിലേക്ക്, ഒന്ന് കൃഷി ഓഫീസ്, ഒന്ന് മൃഗാശുപത്രി, ഹോമിയോ. ഇത് 2 തരത്തിലാണ് ഇതിലേക്ക് നിയമനം നടക്കുക. ഒന്ന് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടക്കാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ കുടുംബശ്രീയാണ്. മിക്കതും കുടുംബശ്രീ CDS മുഖേനയാണ് ഇതിലേക്ക് നിയമനം നടക്കാറ്. എംപ്ലോയ്മെന്റ് വരാറില്ല. പിന്നെ ഇത് PSCക്ക് വിടാത്തൊരു പോസ്റ്റ് കൂടിയാണ്. ഇതുവരെ PSCക്ക് വിട്ടിട്ട് കണ്ടില്ല. പാർട്ട് ടൈം സ്വീപ്പർമാരൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ വകുപ്പുകളിലേക്ക് PSCയിലേക്കുള്ള നിയമനം വരാറ് വന്ന് കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു CDSO അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചോ ഇതിലേക്ക് നിയമനം നടത്താൻ സാധ്യതയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പോസ്റ്റുകളെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചായത്തിലെ CDS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ കിട്ടും. ഇപ്പൊ നിയമനങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ആർക്കെങ്കിലും ജോലി ഇല്ലാതെ അല്ലെങ്കിൽ താൽക്കാലിക ജോലിയെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ CDSലൊക്കെ അന്വേഷിച്ച് കുടുംബശ്രീയിലൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസം ഇതുപോലെ പുതിയ ഒരു അറിയിപ്പും അല്ലെങ്കിൽ ജോബ് വഴികളും നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ പല വിവരങ്ങളും നിങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.